ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇടിയപ്പത്തിന്റെ റെസിപ്പിയാണ്. ഇടിയപ്പം, നൂൽപുട്ട് അങ്ങനെയെല്ലാം പറയൂ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. ഇതിപ്പം പത്തിരിപ്പൊടിയാണ്, നമ്മൾ സാധാ പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പൊടി. ഇത് അരി ഉണക്കിയിട്ട് പൊടിപ്പിച്ചിട്ടുള്ള അങ്ങനത്തെ പത്തിരിപ്പൊടിയാണ്, അല്ലാണ്ട് പാക്കറ്റ് പത്തിരിപ്പൊടിയല്ല. അപ്പോൾ അതാ 2 കപ്പ് പത്തിരിപ്പൊടി ഇട്ടെടുത്തിട്ട് അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതവിടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ഓരോ പത്തിരിപ്പൊടിക്കും ഓരോ രീതിയിലുള്ള വെള്ളത്തിൻ്റെ അളവായിരിക്കും. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 4 കപ്പോളം വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം വെള്ളം തിളക്കണം. അപ്പോൾ ഇതാ നല്ലോണം വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കിതാ ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിക്കാം. ഫസ്റ്റ് തന്നെ കുറേ അങ്ങ് ഒഴിക്കാണ്ട് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് പിന്നെ ഓരോ പത്തിരിപ്പൊടിക്കും ഓരോ അളവായിരിക്കും. ഞാനിപ്പോൾ ഇതൊരു 3 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ 4 കപ്പ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ 3 കപ്പോളം അങ്ങനെ എടുത്തിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ടിതാ ഈ ഒരു രീതിയിൽ നമുക്ക് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരരുത്, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിൽക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം, പക്ഷെ വെള്ളം ഓവറായി പോകാൻ പാടില്ല. പൊടിഞ്ഞു വരാണ്ട് ഈ ഒരു രീതിയിൽ, ഞാനിപ്പോൾ വീഡിയോ കാണിച്ച രീതിയിൽ ഇങ്ങനെ ഒന്ന് നിൽക്കണം. അതാട്ടാ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ്. അങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പം വെള്ളം പോരാത്ത പോലെ തോന്നിയിട്ട് കുറേ അങ്ങ് വെള്ളം പിന്നെ അങ്ങ് എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആക്കുന്ന സമയത്ത് ആകെ പൊട്ടി പോവും. നമ്മൾ ലാസ്റ്റ് നൂൽപുട്ട് ആക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി നോക്കുമ്പോൾ പൊട്ടാത്ത രീതിയിൽ, അതായത് പൊടി പോലെ വരാത്ത രീതിയിൽ അതുവരെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. പിന്നെ ഇതാ നമുക്ക് ചെറിയൊരു ചൂട് ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കൈ വെച്ചിട്ട് എല്ലാം തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ കുഴച്ചിട്ടെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ പൊട്ടിപ്പോവരുത്. പൊട്ടിപ്പോവാണ്ട് ഈ ഒരു രീതിയിൽ നിൽക്കണം. ഇനി നമുക്ക് ഇതാക്കി എടുക്കണം. അപ്പം തന്നെ ആക്കിയെടുക്കാം, കുറേ നേരം വെക്കൊന്നും വേണ്ട. ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ അതിൻ്റെ സേവനായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സേവനായിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ അങ്ങനെ ആക്കി, കുറേ ഓയിലൊന്നും ആക്കി കൊടുക്കണ്ട. കുറച്ചൊന്ന് ഓയിൽ ഈ ഒരു രീതിയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ തേച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഇതാ ഈ ഒരു രീതിയിലുള്ള ചില്ലാട്ട ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഹോൾസ് ഉള്ള ചില്ല എൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ട് അത് ഞാൻ ഇടുന്നുണ്ട്. അതാട്ടാ കുറച്ചും കൂടി ബെറ്റർ. ചെറിയ ഹോൾസ് ഉള്ളതാ കുറച്ചും കൂടി ബെറ്റർ. കുറച്ച് വലുപ്പമുള്ളതായാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ചും കൂടി നൂൽപുട്ട് കുറച്ചും കൂടി തടിയായിട്ട് വരുന്നേ. ഇതാകുമ്പോൾ നേരിയതായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് കുഴച്ച് വെച്ച് അതിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, കൂടി പോകരുത് ഓയിൽ. ജസ്റ്റ് ഒന്ന് ബ്രഷിൽ ഓയിലാക്കിയിട്ട് എല്ലാ ഇതിലും അങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ചൊന്ന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ വേണം നിർബന്ധമൊന്നുമില്ല. ഇതാ എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ സേവനായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വരും. അധികം നമ്മൾ കുഴക്കുന്ന ആ ഒരു ഇത് ശരിയായില്ല എങ്കിൽ ഇത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, വരൂല. ഉള്ളുന്ന അരി പുറത്തേക്ക് അങ്ങനെ വരൂല. അപ്പം അത് കുഴക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കി
സ്റ്റെപ്പെല്ലാം സിമ്പിളാണ്. ഇതിനാണിപ്പോൾ ഇതെൻ്റെ കൈ പിടിക്കുമ്പോൾ സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് വേണമെങ്കിൽ വാഴയിലയിൽ അങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അതിനൊക്കെ ഇപ്പം വാഴയിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഇഡ്ഡലി തട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. വാഴയിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. നമുക്ക് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത് സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ആ കുഴക്കുന്ന ആ വെള്ളത്തിൻ്റെ ആ ഒരു അളവൊന്ന് കറക്റ്റ് ആക്കി എടുക്കണം. വെള്ളത്തിൻ്റെ അളവ് വല്ലാണ്ട് അങ്ങ് കൂടിക്കഴിഞ്ഞാലും വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു കഴിഞ്ഞാലും ഇത് ശരിയായി കിട്ടില്ല. അപ്പം ഈ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ച രീതിയിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് പൊട്ടി വരരുത്. പൊടി പൊടിയായിട്ട് അങ്ങനെ പൊട്ടിപ്പോവരുത്. ആ ഒരു രീതിയിൽ എത്തണം. എന്നാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവണം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇടിയപ്പത്തിന് ബീഫ് സ്റ്റൂ ആയാലും വെജിറ്റബിൾ കുറുമയായാലും അതുപോലെ മുട്ട റോസ്റ്റ് ആയാലും മൂന്നും നല്ലൊരു കോംബോ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. ഇത് മൂന്നിൻ്റെയും റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ അഥവാ കറി ഒന്നും ഇല്ലെങ്കിലും തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാൻ അതും നല്ല ടേസ്റ്റ് ഇടിയപ്പം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ തട്ടിലും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ സേവനായി പിടിക്കുന്ന സമയത്ത് സ്ലിപ്പായി പോകുന്നുണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും പിടിക്കാൻ. ഞാൻ അങ്ങനെ ആയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. എൻ്റെ കൈ ചെറിയൊരു നനവുള്ളതുകൊണ്ട് സ്ലിപ്പായി പോകുന്നുണ്ട് സേവനായി എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ആ ഓയിൽ തേച്ച് കൊടുക്കുന്നത് കുറച്ച് മാത്രം മതി. ഓവറായിട്ട് തേക്കണ്ട. ഇപ്പം ഇഡ്ഡലി തട്ടിലായാലും സേവനായിൻ്റെ അകത്തായാലും ഓയിൽ തേക്കുന്നത് കുറച്ച് മാത്രം മതി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് തെറ്റിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ തട്ടിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവിച്ചമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവിച്ചമ്പിലേക്ക് ഈ ഒരു രീതിയിൽ തട്ടെല്ലാം ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം. പിന്നെ വെന്ത് കഴിഞ്ഞാൽ പിന്നെയും അത് ആവിച്ചമ്പിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത്. കാരണം ആവി കയറിയിട്ട് ആ വെള്ളത്തിൻ്റെ ആവിൻ്റെ നനവ് അതിലേക്ക് വരും. പിന്നെ അത് ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ നമ്മളെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ചെയ്ത് നോക്കിയിട്ട് റെഡി ആവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.